ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെക്കേഷൻ വ്ളോഗാണ്. അപ്പോൾ ഇത് 3 ദിവസമായിട്ടാട്ടോ ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ്റെ വീട്ടിലോട്ട് വെക്കേഷന് പോവുകയാണ്. അപ്പോൾ അമ്മയാട്ടോ കൊണ്ടുവിടുന്നത്. അപ്പോൾ ഒരു കുറുക്ക് വഴിക്കൂടെ വന്നേക്കുന്നത്. അപ്പോൾ വേഗം എത്തുമല്ലോ, എന്നിട്ട് അമ്മയ്ക്ക് ജോലിക്ക് പോകാനുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് കാട് പോലെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ പോയിട്ട് വേണം കേട്ടോ വീടെത്താൻ വേണ്ടി. അപ്പോൾ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് തന്നെ അച്ഛൻ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ തോടും അങ്ങനത്തെ നല്ല പ്രകൃതിപരമായ കാര്യങ്ങളുണ്ടായിരുന്നു. കാടായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീടെത്തി. അപ്പോൾ വീട്ടിൽ അച്ഛൻ്റെ അനിയത്തീൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കയറിയ പാടെ തന്നെ അവരായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വേഗമൊക്കെ കൊണ്ടായി അപ്പുറത്തെ റൂമിലോട്ട് പോയി നോക്കിയപ്പോഴത്തേക്ക് അവരുണ്ടായിരുന്നു. ലച്ചു ഉണ്ടായിരുന്നു, പിന്നെ സായനും ആമിയും അവിടെ കിടക്കുമായിരുന്നു. സായൻ എൻ്റെ അനിയനാണ്. അവർ 2 ദിവസം മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ തന്നെ വന്നതുകൊണ്ട് അവരെല്ലാവരും ഉറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പുറകിലോട്ട് പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഫാഷൻ ഫ്രൂട്ടൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ആ ലെഫ്റ്റ് സൈഡിലുള്ള വഴിക്കിടെ ആട്ടോ നമ്മളിപ്പോൾ കയറി വന്നത്. അപ്പോൾ ഇവിടെ തൊഴുത്തും അങ്ങനത്തെ സംഭവങ്ങളാട്ടോ പുറകിൽ വരുന്നത്. പിന്നെ ജെറി പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ലച്ചും കൂടെ തോട്ടിയൊക്കെ എടുത്ത് പറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ജെറി നല്ല കേട്ടോ ശരിക്കും അതിന് പറയുക, വേറൊരു സൈസ് കായാണ്. എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് 2-3 പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു പുളിയും ഒരു മധുരമൊക്കെയാണ്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കുന്നുണ്ട്. എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം അതിന് അത്യാവശ്യം പുളി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാം അത് പറിച്ചു. പിന്നെ ഒരെണ്ണം ലച്ചുവിനും കഴിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ 2 കസിൻസാണ്. എൻ്റെ അനിയൻ വീടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അപ്പോൾ ഇഡ്ഡലിയും ചിക്കൻ കറിയായിരുന്നു. റെഡി 1 2 3 റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പ് 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 ആരാ? പോരാട്ടമായ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 പേരും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ വിജയകരമായി ആമി ജയിച്ചിരിക്കുന്നു അല്ലേ. ഇവിടെ എല്ലാവരും വക്കോലിൻ്റെ മേലെ കയറി ചവിട്ടി. കുറച്ചു നേരം കഴിയുമ്പോൾ 2 പേരും ചൊറിയുന്ന കാണാം. ക്രിസ്മസ് ആയിട്ട് ഇവിടെ വലിയ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. അടുത്ത പ്രാവശ്യം കുറച്ചും കൂടെ ചെയ്യണമെന്നാണ്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ബാഡ്മിൻ്റൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ മുറ്റത്ത് നല്ല സ്ഥലമുണ്ട്, ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ട് നന്നായിട്ട് കളിക്കാനും പറ്റും. ചേച്ചില്ലേ, ഞാൻ എണ്ണാം, നീ എണ്ണാം, അതിലൊരു കുപ്പി. ഇതാണ് അനവദ്യ ലക്ഷ്മി, ആമി എന്ന് വിളിക്കും. ഇതാണ് ആരാധ്യ ലക്ഷ്മി, ലച്ചു എന്ന് വിളിക്കും. ആ പോയത് എൻ്റെ അനിയനാണ്, അവൻ്റെ പേരാണ് സായൻ. അത് കഴിഞ്ഞ് എണ്ണയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ലച്ചു ആയിരുന്നു കണ്ണ് കെട്ടേണ്ടത്. അപ്പോൾ ലച്ചു അങ്ങനെ കണ്ണ് കെട്ടി. പിന്നെ ഞങ്ങൾ കുറേ നേരം കളിച്ചു. അനിയന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ കണ്ണ് കെട്ടി കളിക്കുന്നത്. അവൻ്റെ നിർബന്ധം പ്രകാരം ആട്ടോ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കണ്ണ് കെട്ടി കളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കണ്ണൊക്കെ കെട്ടി കളിച്ച്. പിന്നെ ആമീനെ തൊട്ടു ആമിയായി. പിന്നെ ആമി കണ്ണ് കെട്ടി. അങ്ങനെ കുറേ നേരം കളിച്ച് ബോറടിച്ചപ്പോഴത്തേക്കും ഫോണിൽ ലൂഡോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞങ്ങൾ 4 പേരും കൂടെ ഇരുന്ന് കളിച്ചു. അനിയനും ആമിക്കും ഒന്നും അങ്ങനെ അറിയത്തില്ല, എന്നാലും ഞങ്ങൾ അത്യാവശ്യമൊക്കെ ഇരുന്ന് കളിച്ചു. പിന്നെ അച്ഛമ്മ അടുക്കളയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛമ്മ പറഞ്ഞു പുതിനയില ചമ്മന്തി ഇതിന് കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കുമെന്ന്. അപ്പോൾ അതിന് ഞാൻ തേങ്ങ വിളിക്കുന്ന കേട്ടോ അത് കാണുന്നത്. പിന്നെ ഞങ്ങൾ മുറ്റത്ത് പുതിനയില പറിക്കാൻ വേണ്ടി പോവാട്ടോ. ഗായ്സ്, നമ്മൾ നെയ്ച്ചോറിന് കൂട്ടാൻ വേണ്ടി പുതിനയില ചമ്മന്തി ഉണ്ടാക്കാം. പുതിനയില പറിക്കാൻ വന്നേക്കുവാണ്. ഇവിടെ എവിടെ പുതിനയില ഇപ്പോൾ ഉള്ളത് നോക്കി പറിക്കാം. നമ്മൾ മല്ലിച്ചപ്പൊക്കെ പറിച്ചു. നമുക്ക് സെറ്റാക്കാം മല്ലീൻ്റെ ചമ്മന്തി. മല്ലിയല്ല, പുതിനയില മല്ലി വെച്ച് ചമ്മന്തി ഉണ്ടാക്കാം. പുതിനയിലയും മല്ലിച്ചപ്പും വെച്ച് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ കഴിച്ചു. ഞങ്ങൾ പുതിനയില ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പ്, പുതിനയില, ഉപ്പ്, ഇഞ്ചി, മുളക്. അങ്ങനെ ചെയ്യാം. ചമ്മന്തി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇതിലോട്ട് ഇട്ട് കൊടുക്കും.
അപ്പോൾ ഗൈസ് നമ്മൾ ചമ്മന്തി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയാണ്. ഗൈസ് അരവണ ഉണ്ട് വീട്ടിൽ. അപ്പോൾ നമുക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് പൊട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാത്രത്തിലൊക്കെ ഇട്ടത് കഴിച്ചു. പിന്നെ ഇതിനായിരുന്നു വെയിറ്റിങ്. കുറച്ച് കഷ്ടപ്പെട്ടു പൊട്ടിക്കാൻ വേണ്ടി. പിന്നെ അതൊക്കെ എടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്തു. പിന്നെ ഞാനും കുറച്ച് പാത്രത്തിലൊക്കെ ഇട്ട് കഴിച്ചു. അരവണ കുറേ കാലം കഴിഞ്ഞിട്ടായിരുന്നല്ലോ കിട്ടിയത്. അച്ഛൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ശബരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പിന്നെ ക്രിസ്മസ് ആയപ്പോൾ കേക്കൊക്കെ മുറിച്ച് പിന്നെ ഞാനും ഗായ്സ് ഞങ്ങളിവിടെ സൺസെറ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പം ഏകദേശം 6 മണിയായില്ലേ. ഇവിടെ നല്ല ഭംഗിയിൽ നല്ല രസത്തിൽ കാണാം. ചെറുതായിട്ട് കണ്ടോ നല്ല രസമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു കൂടി പാർലി ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പാലിൻ്റെ കൂടെ അടിച്ചിട്ട് ഐസ്ക്രീം ആക്കാമെന്ന് വെച്ചു. എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫോണിൽ സിനിമ കാണാമെന്ന് വെച്ചു. ലക്കി ഭാസ്കർ ആയിരുന്നു. അച്ഛൻ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുൽഫിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് കുറേ നേരം ഇരുന്ന് കഴിച്ചു. ഹായ് പറ. ഹായ്. ഹലോ ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ തോട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ തോട് വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഈ ഒരു വശത്തോട്ട് കാടായതുകൊണ്ട് തന്നെ അവിടെ നല്ല തോടും നല്ല വെള്ളച്ചാട്ടമൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ കണ്ടോ ഗൈസ്, കാടാണ്. കൊടുങ്കാടെന്ന് പറഞ്ഞില്ല, ഇല്ലികളൊക്കെ ആയിട്ട് കുഴിയിലൊന്നും വീഴണ്ട. ഇവിടെ ചെറിയൊരു പാലമാണ്. ലച്ചുയും. അപ്പൊ അങ്ങനെ നമ്മൾ തോടെ എത്തിയിരിക്കുന്നുണ്ട്. അതെ നോക്ക്, കുളം പോലെയായി. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ സാധാരണ വേറൊരു വഴിക്കിടെയാണ് വരാറ്. ആദ്യമായിട്ട് ഇങ്ങനെ ചുറ്റി വളഞ്ഞിട്ട് ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ വരുന്നത്. അപ്പം തന്നെ എന്ത് രസമായിരുന്നു എന്നറിയോ. നല്ല കാടും തോടും നല്ല രസമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ കാണാനായിട്ട്. ഇവിടെ ചെറിയ വെള്ളച്ചാട്ടവും നല്ല രസമാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ വരുവാണെങ്കിലും ഇങ്ങോട്ട് വരാറുണ്ട്. നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ കയറിയ സമയത്ത് ലച്ചുവിൻ്റെ ചെരുപ്പ് ഇങ്ങനെ തോട്ടിക്കടി ഇങ്ങനെ ഒഴുകി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പണിപ്പെട്ടിട്ടാണെങ്കിലും ഞാനതൊരു കോലും കൊണ്ട് ഇതേപോലെ കുത്തിയെടുത്തു. നല്ല കോമഡി ആയിരുന്നു കേട്ടോ. പിന്നെ ആ കോലിൽ നിന്ന് ഇങ്ങനെ കുറേ നേരം എടുത്ത് പിടിപ്പിക്കുകയാണായിരുന്നു. അപ്പോൾ കഴിച്ച് ഞങ്ങൾ അങ്ങനെ തോട്ടിലൊക്കെ പോയി വീട്ടിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ലച്ചുവിൻ്റെ ചെരുപ്പൊക്കെ വെള്ളത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കോമഡി ആയിരുന്നു കഴിച്ച്. ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കണ്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കണ്ടോ ഇവിടെ കാടാണ്. ഇവിടെ കണ്ടോ ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങനെ തോട്ടിൽ നിന്നൊക്കെ വന്ന് ഫ്രഷായി കഴിഞ്ഞിട്ട് ഞാൻ നേരെ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഒരു പ്രാവശ്യം നൂൽ പൊറോട്ടയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത്. ഇതിപ്പോൾ എടുക്കുന്നത് സെക്കൻഡ് ഡേ വൈകുന്നേരം കേട്ടോ. ലച്ചു ആമിയും തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അവർക്ക് നാളെ അബാക്കസിൻ്റെ എക്സാം ഉണ്ട്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പം ഞാനും സാനും ആമിയും ലച്ചും പിന്നെ അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു അവരെ കൊണ്ടുവിടാൻ പോയത്. അവർക്ക് സ്വന്തമായിട്ടൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാട്ടോ ഞങ്ങൾ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം എന്ത് വാങ്ങുമെന്ന് വെച്ചിങ്ങനെ നോക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് ഓട്ടോറിക്ഷയിൽ കയറി വീട്ടിലോട്ട് വരുവാണ്. അതിനിടയ്ക്ക് ഞാനൊരു ചോക്കോബാർ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അനിയനൊരു ഡയറി മിൽക്ക്, അപ്പോൾ അത് കഴിച്ചുകൊണ്ട് ഇരിക്കുക കേട്ടോ. പിന്നെ തേർഡ് ഡേ രാവിലെ കേട്ടോ ഞാൻ റെഡിയായി വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അമ്മ അവിടെ കൂട്ടാൻ വന്നിട്ടുണ്ട് കുറുക്ക് വഴീൻ്റെ അവിടെ. അപ്പോൾ അച്ഛനെന്നെ കൊണ്ടുവിടുകയാണ്. കണ്ടോ ഇവിടെ നല്ല രസമാണ് കാണാൻ, നല്ല കാടും ഇല്ലികളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇതാ അമ്മ വന്നിട്ടുണ്ട് കൂട്ടാൻ വേണ്ടി. അപ്പോൾ ഞാനങ്ങനെ കാറിലൊക്കെ കയറിയിരുന്ന് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത്ര നേരത്തെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കാനുണ്ട്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെയാണ് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. അപ്പോൾ എനിക്ക് കുറച്ച് നോട്ട് കംപ്ലീറ്റ് ആക്കാനും അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഇന്ന് തന്നെ വന്നത്. അപ്പോൾ അനിയനൊക്കെ നാളെ വൈകുന്നേരം ആട്ടോ വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു വെക്കേഷൻ വ്ളോഗ്, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ വ്ളോഗ് എന്നൊക്കെ പറയാം. എന്നാലും വലുതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്തില്ല, ചെറുതായിട്ടൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.